അങ്ങനെ നമ്മൾ ഒത്തിരി നാൾ ഇന്ന് വരെ കാത്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു സിജോ ചേട്ടൻ. സിജോ ചേട്ടൻ്റെ റീ എൻട്രിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒട്ടുമിക്ക പ്രേക്ഷകരും കാത്തു നോക്കി ഇരിക്കുകയായിരുന്നു. അങ്ങനെ അത് അവസാനം നടക്കുകയാണ്. നമ്മുടെ സിജോ ചേട്ടൻ ബിഗ് ബോസ് ഹൗസിലേക്ക് ഇന്ന് കയറിയിട്ടുണ്ട്. ഇന്ന് കയറിയെന്ന് പറഞ്ഞാൽ നാളത്തെ എപ്പിസോഡിലായിരിക്കും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. അങ്ങനെ മറ്റ് കണ്ടസ്റ്റൻസിനെയൊക്കെ ഇനി അങ്ങോട്ടുള്ള അവരുടെ ഗെയിമിനെ എങ്ങനെ ബാധിക്കും എന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ വളരെയധികം താല്പര്യപ്പെട്ട് നിൽക്കുകയാണ്. നമ്മുടെ സിജോ ചേട്ടൻ്റെ റീ എൻട്രി എങ്ങനെയായിരിക്കും എന്നുള്ളതിൽ ഒരുപാട് ആശങ്കയോടെയും അതേപോലെ തന്നെ ഒരുപാട് ആവേശത്തോടെയും ഒരുപാട് സന്തോഷത്തോടെയും ഒക്കെയാണ് ഞാൻ നോക്കിക്കാണുന്നത്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും സിജോ ചേട്ടൻ ആ ഹൗസിൽ ഇനി ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, എങ്ങനെയായിരിക്കും സിജോ ചേട്ടൻ്റെ ഗെയിം മുന്നോട്ട് പോകുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം. സിജോ ചേട്ടൻ പൂർണ്ണ ആരോഗ്യവാനായിട്ടാണ് അകത്തേക്ക് കയറുക എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഇത്രയും നാൾ അദ്ദേഹത്തിന് റെസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടി. എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു. അറിയാത്ത പ്രേക്ഷകർക്കായിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ സിജോ ചേട്ടൻ ഒരു ഫിസിക്കൽ അസോൾട്ടിൻ്റെ ഭാഗമായിട്ടാണ് പുള്ളിക്കാരനെ പുറത്തു പോകേണ്ടി വന്നത്. അത് അദ്ദേഹത്തിൻ്റെ കാരണത്താലല്ല. മറ്റൊരു കണ്ടസ്റ്റൻ്റ് അദ്ദേഹത്തിൻ്റെ മുഖത്ത് ആഞ്ഞ് അടിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ഹോസ്പിറ്റലിൽ റെസ്റ്റിലായിരുന്നു. അങ്ങനെ ഇപ്പം അദ്ദേഹം മടങ്ങിയെത്തുകയാണ്. എന്ത് തന്നെയായാലും ഇതൊരു വാലിഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ തന്നെയാണ്. നിങ്ങൾക്കിത് വിശ്വസിക്കാം. അങ്ങനെ നമ്മുടെ സിജോ ചേട്ടൻ ബിഗ് ബോസ് ഹൗസിലേക്ക് മടങ്ങിയെത്തിയിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും സന്തോഷവാന്മാരാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഇനി നമുക്ക് മുന്നോട്ടുള്ള ബിഗ് ബോസ് ഹൗസ് എങ്ങനെ സഞ്ചരിക്കുമെന്നുള്ളത് നമുക്ക് നോക്കിക്കാണാം.